നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർത്തിലെ ഹിന്ദി സാഹിത്യകാ സംക്ഷിപ്ത ഇതിഹാസ് അതിൽ നിന്നുള്ള രീതികാലിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിലെ ചോദ്യം, രീതികാലീൻ സാഹിത്യമേ ബിഹാരി കാ സ്ഥാൻ നിർദ്ധാരിത് കീജിയെ. രീതികാലീൻ സാഹിത്യത്തിൽ ബിഹാരിയുടെ സ്ഥാനം എന്താണെന്ന് എഴുതുക. ഭാരത് की भाषा, बहुजन की भाषा, राष्ट्र की अपनी भाषा, രമണീയ ഭാഷ ഹിന്ദി മേ സാഹിത്യ കാ ഇതിഹാസ് രുചികർ ഹെ. ഭാരതത്തിലെ ഭാഷ വളരെയധികം ജനങ്ങളുടെ ഭാഷ, രാഷ്ട്രത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഭാഷ, വളരെയധികം മനോഹരമായ ഭാഷ. ഇത്രയും രീതിയിൽ ഹിന്ദി സാഹിത്യത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ആദികാൽ യാ വീരഗാഥാ കാൽ ഉസ് ജമാനെ കെ സമാജ് മേ പ്രസിദ്ധ വീരത തഥാ യുദ്ധ കോ സാഹിത്യ മേ സ്ഥാൻ ദിയാ था. ആദ്യകാൽ അതല്ലെങ്കിൽ വീരഗാഥാക്കാലിൽ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന അവരുടെ പ്രസിദ്ധമായ വീരതയുടെ അതല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ചാണ് സാഹിത്യത്തിന് പ്രാധാന്യം നൽകിയിരുന്നത്. ഭക്തി കാ ലോക് മാനസ് മേ ഭരി ഭക്തി തഥാ ഉസ്കെ ഭാവോം കോ വിശേഷ രൂപ സെ പ്രകാശ് ഡാൽത്താ ഹെ. ഭക്തികാലത്തിലാണെങ്കിൽ ലോക മനസ്സുകളുടെ മനസ്സങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തിയുടെയും അതിൻ്റെ പ്രഭാവത്തിൻ്റെയും വിശേഷ രൂപത്തെയാണ് ചിത്രീകരിക്കുന്നത്. രീതികാൽ പാണ്ഡിത്യക്ക കാൽഹെ. രീതികാൽ എന്ന് പറയുന്നത് പാണ്ഡിത്യത്തിൻ്റെ കാലമാണ്. ഇസ്മേം കവി അപ്നെ പാണ്ഡിത്യക്ക് പ്രദർശനി കർണ ചാത്തേ ഹെ. ഈ രീതികാലിൽ കാലത്തിലുള്ള കവികൾ അവരുടെ പാണ്ഡിത്യത്തെ പ്രദർശനമാണ് കാണിക്കാൻ പരിശ്രമിക്കുന്നത്. രസ്, ഛന്ദ, അലങ്കാർ ആദി സെ കവിതാ മേ ലാളിത്യ തഥാ ഭംഗിമ ലാനെ കാ പ്രയാസ് കർത്തേ ഹെ. രീതികാലത്തിലെ ആ കാലഘട്ടത്തിലുള്ള കവികൾ രസ, ഛന്ദം, വൃത്തം, അലങ്കാരം തുടങ്ങിയ കാര്യത്തിലൂടെ കവിതകളുടെ ലാളിത്യവും അതിൻ്റെ മനോഹാരിതയും കൊണ്ടുവരാൻ വേണ്ടി പ്രയാസപ്പെടുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അനേകാനേക് രീതിയാം അപ്നായി ഗയി. പല പല രീതികളും അവർ അതിനുവേണ്ടി സ്വീകരിക്കുന്നു. ഇസ്ലിയെ ഇസ് കാൽ കാ നാം രീതികാൽ പട. അതിനാലാണ് ഈ കാലത്തിനുള്ള പേര് രീതികാൽ എന്ന് വന്നത്. ബിഹാരി ഹിന്ദി സാഹിത്യക്ക് അമൃത് പുത്രോമേം ബിഹാരി ബി ഏക് ഹെ. ഹിന്ദി സാഹിത്യത്തിൽ വളരെയധികം വളരെയധികം വിലപ്പെട്ടത് എന്നറിയപ്പെടുന്നതിൽ ബിഹാരിക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. രീതികാലീൻ കവിയോമേം ബിഹാരി കാ നാം ആദർ കെ സാത്ത് ലിയാ ജാത്താ ഹെ. രീതികാലത്തിലെ കവികളിൽ ബിഹാരിയുടെ പേര് ആദരവോടുകൂടി തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. സാഹിത്യകാരോं के अनुसार ग्वालियर के बसुआ गोविंदपुर गाँव में सन 1652 में इनका जन्म हुआ. അദ്ദേഹം സാഹിത്യകാരന്മാർ പറയുന്നതനുസരിച്ച് ഗോളയാറിലുള്ള ബസുവ എന്നുള്ള ഗ്രാമത്തിൽ ഗോവിന്ദപുർ ഗ്രാമത്തിലാണ് അദ്ദേഹം 1652 ജനിച്ചത്. വിവാഹ കെ ബാദ് യെ അപ്നെ സസുരാൽ മേ രഹ്നെ ലഗെ. വിവാഹശേഷം അദ്ദേഹം തൻ്റെ ഭാര്യ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഫിർ രാജ ജയസിംഗ് കെ ദർബാർ മേ രഹ്നെ ലഗെ. അതിനുശേഷം രാജ ജയസിംഗിൻ്റെ കൊട്ടാരത്തിലാണ് വസിച്ചത്. ബച്പൻ സേ ഹി ഭാഷ और സാഹിത്യ കെ പ്രതി ഇൻകെ മൻ മേ രുചി ബനി ഗയി. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് ഭാഷയോടും സാഹിത്യത്തോടും വളരെ വലിയ ഇഷ്ടമാണ് കാഴ്ചവെക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. രാജ ജയസിംഗ് കി പ്രേരണ. രാജ ജയസിംഗ് കെ ദർബാർ മേ ബിഹാരി രഹ്നെ ലഗെ. രാജ ജയസിംഗിൻ്റെ കൊട്ടാരത്തിൽ ബിഹാരി താമസിക്കാൻ തുടങ്ങി. രാജാക്കി പ്രേരണ സെ ലിഖ്നെ മേ മിൻകി രുചി ബഡ്നെ ലഗി. രാജാവിൻ്റെ പ്രേരണ കൊണ്ട് എഴുതുവാനുള്ള പ്രേരണ വർദ്ധിക്കുകയും ചെയ്തു. രാജ ജയസിംഗ് കി ഷാദി കെ ബാദ് രാജ്കാജ് മേ രുചി ന ലേക്കർ വേ അന്തപുർ മേം ഹി രഹി ചൽ രഹാ ഥാ. രാജ ജയസിംഗ് വിവാഹത്തിന് ശേഷം രാജ്യകാര്യങ്ങളിലൊന്നും ഇഷ്ടം ചെലുത്താതെ അന്തപുരത്തിൽ തന്നെ വസിക്കാനായി തുടങ്ങി. രാജ തക് ഇസ് ബാത് കോ ലേ ജാനെ കെ ലിയെ കോയി തയ്യാർ നഹീ ഥേ. രാജാവിനോട് ഇത് തുറന്നു പറയാനായി ആരും തന്നെ തയ്യാറായില്ല. മന്ത്രി ബി ഇസ് ബാത് സെ ഡർത്തേ ഥേ. രാജാവിനോട് രാജകാര്യങ്ങളിൽ ശ്രദ്ധയില്ല എന്ന് പറയാനായി മന്ത്രി പോലും പേടിച്ചിരുന്നു. പ്രജാ കെ മൻ ബേ ബി ഇസ് ബാത് കാ ദുഃഖ താ കി രാജ പത്നി സെ പ്യാർ മേ ദേശ് കെ ഭൂൽ ഗയാ ഹെ. പ്രജകളുടെ ഇടയിലും അവരുടെ മനസ്സിലും ഈ കാര്യത്തെക്കുറിച്ചായിരുന്നു ദുഃഖമുണ്ടായത്. രാജാവ് വിവാഹത്തിന് ശേഷം തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതോടുകൂടി അതിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുകയും ദേശത്തെ മുഴുവനായി മറന്നു പോവുകയും ചെയ്തു. തബി ബിഹാരിനെ രാജാക്കോ ദോഹ ലിക്കർ ഭേജ. ആ സമയത്ത് രാജാവിനെ ഈയൊരു ദോഹ എഴുതി അയച്ചു. നഹി പരാഗ് നഹി മധുർ മധു നഹി വികാസ് എഹി കാൽ അലി കലിഹോ സോബന്ധ്യോ ആകെ കോൻ ഹവാൽ. ഈ ദോഹ इस दोहे के पढ़ने मत राजा जयसिंह अंतपुर से बाहर निकल गए. वे अपने कार्य में पूर्ण मन से लगने लगे. ഈ ദോഹ വായിച്ചതിന് ശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും പുറത്തു വരികയും മുഴുവനായി രാജ്യകാര്യങ്ങൾ നോക്കുവാനായി തുടങ്ങുകയും ചെയ്തു. പ്രജാക്കി ഖുശി കാ ടിക്കാന നഹീ രഹ. പ്രജകൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു.
कवि के महान कार्य की प्रशंसा करते हुए ജയസിംഗ് ഉൻകോ പ്രേരണ ദേനെ ലഗി. കവിയുടെ ഈ മഹത്തായ കാര്യത്തിൽ പ്രശംസിച്ചുകൊണ്ട് രാജാ ജയസിംഗ് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള പ്രേരണകളും കൊടുത്തു. രോജ് ഐസെ ദോഹെ ലിഖ്നെ കാ ആദേശ് ഭി ദിയ. ദിവസേന ഇപ്രകാരമുള്ള ഓരോ ദോഹകളും എഴുതിത്തരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ബിഹാരി ബി കുശ് ഹോക്കർ ലിഖ്നെ ലഗെ. ബിഹാരി അത് സന്തോഷത്തോടു കൂടി എഴുതുവാനായി തുടങ്ങി. ഭക്ത് ബിഹാരി ലാൽ രാജാ ജയസിംഗ് കെ യഹാം വേ സാലോം രഹനെ ലഗെ. രാജാ ജയസിംഗിൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾ താമസിച്ചു. രാജാക്കി പ്രേരണാസെ ലിഖ്തെ രഹെ. രാജാവിൻ്റെ പ്രേരണയോടുകൂടി അവിടെ എഴുതുവാനും തുടങ്ങി. അപ്നെ ജീവൻ കെ അന്തിം സമയമേ വേ രാജാശ്രം കോ ചോടുക്കർ ഭഗവാൻ കെ ആശ്രം കോ പ്രധാനത ദേനെ ലഗി. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം രാജാശ്രമം വിട്ടുകൊണ്ട് ഈശ്വരൻ്റെ ആശ്രയത്തിലേക്ക് പോകുകയും ചെയ്തു. ഭക്തിമേ ഉൻകെ സന്തോഷ് മിൽത്താ ഥാ. ഭക്തിയിൽ വളരെ വലിയ സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണക്കോ മൻമേ ബസാനെ കെ പ്രയത്നമേം ഇനോനെ കയ്യി ദോഹയിലേക്ക്. തൻ്റെ മനസ്സിനുള്ളിൽ കൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം ദോഹകൾ എഴുതി. കൃഷ്ണ കെ രൂപ കാ വർണ്ണൻ വേയിസ് രൂപ സെ കർത്തേ ദേക്കി പഠ്നെ വാലേ കെ മൻമേം ശ്രീകൃഷ്ണ കാ രൂപ് ആ ജാത്താ ഹേ. കൃഷ്ണൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചത് ഇപ്രകാരമായിരുന്നു: വായിക്കുന്നവരെ മനസ്സിൽ കൃഷ്ണൻ്റെ രൂപം നിറഞ്ഞു നിൽക്കും. അവൻക്ക് മധുരമായി ശബ്ദ ഹേ. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെയധികം മധുരമയമായതാണ്. ഉൻകി കൃഷ്ണഭക്തി കാ ഏക് ഔർ നമൂന ഹേ രാധാ സെ വേ ബാധ ഹട്ടാനെ കി പ്രാർത്ഥനയും കർത്തേ ഹേ. കൃഷ്ണഭക്തിയുടെ ഇനിയൊരു ഉദാഹരണമാണ് രാധയോട് തൻ്റെ എല്ലാവിധ തടസ്സങ്ങളും മാറ്റുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ബിഹാരി സത്സയി. ബിഹാരി കി ഏക്മാത്ര രചന ഹേ ബിഹാരി സത്സയി. ബിഹാരിയുടെ ഒരേ ഒരു രചനയാണ് ബിഹാരി സത്സയി. സത്സയി യാനെ 700 ദോഹോം കാ സമാഹാർ. സത്സയി എന്ന് പറഞ്ഞാൽ 700 ദോഹകളുടെ കൂട്ടത്തെയാണ് സത്സയി എന്ന് പറയുന്നത്. 700 ദോഹോം സെ ഇനോനെ സാഹിത്യ സാഗർ കോ അമൃത് സെ ബർ ദിയാദ. 700 ദോഹകൾ കൊണ്ട് അദ്ദേഹം സാഹിത്യത്തിൻ്റെ ആ കടലിനെ തന്നെ അമൃത് നിറയ്ക്കുകയാണ് ചെയ്തത്. 719 ദോഹോം സെ ഇനോനെ മാനവ് മന്മേം ഉന്നതം ഭാവനയേം ബർദീദി. ഏകദേശം 719 ദോഹകളോളം അദ്ദേഹം മനുഷ്യ മനസ്സിൽ ഉയർന്ന ഭാവനകളെ ചിത്രീകരിക്കാനായി കഴിഞ്ഞു. കവിത കാ सबसे छोटा रूप दोहा मात्र को अपना शैली बनाकर बड़ी बड़ी कविताओं में बड़े बड़े काव्यों में जो बात कहनी थी वे बड़े आसानी से कम शब्दों में गंभीर रूप से ये कहते थे. കവിതയുടെ ഏറ്റവും ചെറിയ രൂപമായ ദോഹ എന്നുള്ളത് തൻ്റെ ശൈലിയിൽ ഉണ്ടാക്കുകയും വലിയ കവിതകളെയും വലിയ വലിയ കാവ്യങ്ങളിലെയും എന്ത് കാര്യമാണോ പറയുന്നത് അത് വളരെയധികം എളുപ്പത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഗാംഭീര്യമേറിയ രീതിയിൽ അദ്ദേഹം പറയുമായിരുന്നു. ഇൻകെ ദോഹയ്ക്ക് ബാരേമേ ലോക് കഹ്തേ ഹേ. അദ്ദേഹത്തിൻ്റെ ദോഹകളെക്കുറിച്ച് ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ പറയുകയും ചെയ്യുമായിരുന്നു. സാഹിത്യ. ബിഹാരി സഫലതം. ബിഹാരി സാഹിത്യ में जन मन सब में अपने अनमोल विचारों तथा शब्दों से बिहार करने वाले बिहारी സഫലതം സിദ്ധ ഹുയേ ഹേ. സാഹിത്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ എല്ലാവിധ നല്ല ചിന്തകളെയും ശബ്ദങ്ങളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി ബിഹാരി വളരെയധികം വിജയിച്ചു. സരളതം ശൈലി കോ അപ്നാക്കർ ഇനോനെ അപ്നെ ആപ്കോ സഫലതം സിദ്ധ കിയാ ഹേ. സരളമായ ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം സഫലതയെ നേടുകയും ചെയ്തു. ब्रजभाषा में अपनी भावनाओं को बहाने देकर साहित्य जगत में अपने आप को अलग स्थान पाने में बिहारी सफल रहे. ബ്രജഭാഷയിൽ തൻ്റെ ഭാവനകളെ നിറച്ചുകൊണ്ട് സാഹിത്യ ലോകത്ത് സ്വയം വേറൊരു സ്ഥാനം നേടുന്നതിന് ബിഹാരി വിജയിച്ചു. श्रृंगार को अपनी रचनाओं को स्थान देकर जनमानस में अपनी रचनाओं को स्थान देने में भी ये सफल रहे. ശൃംഗാർ രസത്തിന് തൻ്റെ രചനകൾക്ക് സ്ഥാനം കൊടുക്കുകയും ജനമനസ്സുകളിൽ തൻ്റെ രചനകൾക്ക് സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി വിജയിക്കുകയും ചെയ്തു. മുക്തക് ശൈലി കോ അപ്നാക്കർ ഇനോനെ സാഹിത്യ में നയാ ചമക് ഭർ ദിയ. മുക്തക ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യ ലോകത്തിന് പുതിയൊരു തിളക്കമുണ്ടാക്കി. രീതികാൽ മേ നയി രീതി ലാനേക്ക് കീർത്തി ബി ഇൻകി ബനി രഹി ഹെ. രീതികാലത്തിൽ പുതിയൊരു രീതി കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് കീർത്തി ലഭിക്കുകയും ചെയ്തു. നായിക ഭേദ്, നക്ഷിക വർണ്ണൻ, രീതി വിലാസ് ആദി അനേക്
बातों को अपनी रचनाओं में स्थान देकर रीतिकाल का कीर्ति स्तंभ बनकर आज भी സാഹിത്യ ജഗത് में ये अमर नायक है. നായികാഭേദങ്ങൾ, നക്ഷിക, ഓരോ ഭാഗങ്ങളെക്കുറിച്ചിട്ടുള്ള വർണ്ണനം, രീതിവിലാസം, വളരെയധികം കാര്യങ്ങളെ തൻ്റെ രചനകളിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് രീതികാലത്തിൽ കീർത്തിസ്തംഭമാവുകയും ഇന്നും അദ്ദേഹം സാഹിത്യ ലോകത്ത് എന്നും മരിക്കാത്ത ഒരു നായകനായി നിൽക്കുകയും ചെയ്യുന്നു. ഇതിലെ അടുത്ത ചോദ്യമാണ് ആധുനിക് ഹിന്ദി കവിത കെ പ്രമുഖ വാദോം കാ പരിചയ ദീജിയെ. ആധുനിക് ഹിന്ദി കവിതയിൽ പ്രമുഖ വാദങ്ങളെക്കുറിച്ച് എഴുതുക. സാഹിത്യം മനുഷ്യ മനസ്സെ സദാ സംബന്ധിത. സാഹിത്യം മനുഷ്യ മനസ്സുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ട്. काव्य को सुंदर बनाने की चेष्टा करते हुए कवि का मन कल्पना के साथ प्रकृति का भी सहारा लिया करता है. കാവ്യത്തെ സുന്ദരമാക്കുന്നതിന് വേണ്ടി കവിയുടെ മനസ്സ് കൽപ്പനയോടൊപ്പം തന്നെ പ്രകൃതിയിൽ ഒരു ആശ്രയം നേടിയെടുക്കുന്നു. कविता को सुंदर दिखाने के साथ अपनी शैली को अलग दर्शाने के लिए कवി വാദ് को अपनाते हैं. കവിയെ സുന്ദരമാക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ശൈലിയെ വേറെതായി കാണിക്കുന്നതിന് വേണ്ടി കവി ഓരോ വാദങ്ങളെയും സ്വീകരിക്കുന്നു. ആധുനിക് ഹിന്ദി കവിതാമേ അനേക് വാദ് സ്ഥാൻ പ്രാപ്ത് ഹെ. ആധുനിക് ഹിന്ദി കവിതയിൽ ധാരാളം വാദങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഉസ്മിൻ സെ പ്രമുഖ് വാദോം പർ ഇസ് ലേഖ് പർ വിചാർ കരേങ്കെ. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് വാദങ്ങളെക്കുറിച്ച് ഇതിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഛായാവാദ്. ഛായാവാദ് കോ മൂലാധാർ ആത്മവാദിയ വൈയക്തിക് ഹെ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മവാദ് അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതാണ്. കവിയോംനെ ബാഹ്യ സംസാർ സെ മൂഡ്കർ അപ്നി ആന്തരിക് ഭാവനോമേ ധ്യാൻ ദേനെ ലഗെ. കവികൾ പുറമേയുള്ള ലോകത്തിൽ നിന്നും തിരിഞ്ഞു നിന്നുകൊണ്ട് അവരവരുടെ ഉള്ളിലത്തെ ചിന്തകൾക്ക് ശ്രദ്ധ തുടങ്ങുകയും ചെയ്തു. മാനോ മൻ കെ ഹർഷ ശോക് സുഖ ദുഃഖ ആശ നിരാശ കോ വാണി ധേന ഛായാവാദ് കവിയോം കാ ലക്ഷ്യ രഹ. മനുഷ്യ മനസ്സുകളിൽ സന്തോഷം, ദുഃഖം, സുഖം, ദുഃഖം, ആശ, നിരാശ തുടങ്ങിയ ആ വാക്കുകൾക്കെല്ലാം തന്നെ കവികൾ പ്രാധാന്യം കൊടുക്കുകയായിരുന്നു ഇതിലെ ലക്ഷ്യം. ചാരോ മോർസെ ഖുണ്ഡിത് കവിയോം കെ മനോഭാവന കാൽപ്പനിക് ഹോടി. ആ എല്ലാവിധ ചിന്തകളും കാൽപ്പനികമായിരുന്നു. വേ കൽപ്പന ജഗത് മേ ആനന്ദ് കാ അനുഭവ കർണേ ലഗി. കൽപ്പനയുടെ ലോകത്ത് അവർ സ്വപ്ന ലോകത്തിരുന്നുകൊണ്ട് ആനന്ദത്തിൻ്റെ അനുഭവം നേടിയെടുക്കാനായി തുടങ്ങി. കൽപ്പന കഹി വ്യംഗ്യമേ ബദൽനെ ലഗി. ആ കൽപ്പന പല ഭാഗത്തും പരിഹാസം നിറഞ്ഞതായി തീരുകയും ചെയ്തു. കബി പ്രകൃതി പർ, ചിലപ്പോൾ പ്രകൃതിയിൽ, കബി നാരി പർ, ചിലപ്പോൾ സ്ത്രീകളിൽ, കബി ആധ്യാത്മിക് പ്രേം കർ, ആധ്യാത്മികമായ സ്നേഹത്തിൽ, കവി കമൻ വിചർനെ ലഗ. കവിയുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുവാനായി തുടങ്ങുകയും അതല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കാനായി തുടങ്ങുകയും ചെയ്തു. പ്രകൃതിക്ക് ഉപാസക്. ഛായാവാദി കവി പ്രകൃതിക്ക് ഉപാസക് രഹി. ഛായാവാദി കവികൾ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. പ്രകൃതിക്ക് സുന്ദരതാമേ അപ്നി ആപ്കോ ഭൂൽന. പ്രകൃതി സൗന്ദര്യത്തിൽ സ്വയം മറന്നു പോവുക. പ്രാകൃതിക് സൗന്ദര്യ കാ വർണ്ണൻ പൂർണ്ണ മനസ്സേ കർണ ഉൻകാ ലക്ഷ്യ രഹ. പ്രാകൃതിക് സൗന്ദര്യത്തിൻ്റെ വർണ്ണൻ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്യുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഛായാവാദി കവി പ്രകൃതിക്ക് ബഹുസുന്ദർ രൂപ കാ വർണ്ണൻ അതിസുന്ദർ രൂപ സെ പ്രസ്തുത കർത്തേ ഹെ. ഛായാവാദി കവി പ്രകൃതിയെ വളരെയധികം മനോഹരമായ രീതിയിൽ വർണ്ണിക്കുകയും വളരെയധികം സുന്ദരമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. हिंदी कविता में प्राकृतिक सौंदर्य को स्थान देकर इन कवियों ने एक नई शैली अपनाई. ഹിന്ദി കവിതയിൽ പ്രാകൃതിക സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഈ കവികൾ ഒരു പുതിയ ശൈലി സ്വീകരിക്കുകയും ചെയ്തു. പ്രകൃതി കെ സാത്ത് പ്രേം കെ ബി യേ ഉപാസക് ദേ. പ്രകൃതിയോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും ഉപാസകരായിരുന്നു അവർ. ഇൻകാ പ്രേം പ്രകൃതി നാരി തഥാ ആധ്യാത്മിക് സത്യ പർ ആധാരിത രഹ. അവരുടെ സ്നേഹം പ്രകൃതിയുടെയും സ്ത്രീയുടെയും ആധ്യാത്മിക സത്യത്തിലും ആധാരിതമായിട്ടാണ് കാണാനായി കഴിഞ്ഞത്. മാനവതാവാദ് കാ മഹത്വ. ഛായാവാദി കവി മാനവതാവാദ് കാ പക്ഷ ലേത്തെ थे. ഛായാവാദി കവികൾ മനുഷ്യത്വത്തിൻ്റെ ആ വാദത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ഉൻകാ സ്വർ വിശ്വമാനവതാവാദ് ഹെ. ലോകത്തിൽ മൊത്തം കേൾക്കുന്ന തരത്തിലുള്ള മനുഷ്യത്വമായിരുന്നു. ഭ്രാതൃഭാവ്, സമത, ഏകത കാ സ്വർ ഇൻകി രചനാവോമേ പ്രമുഖ സ്ഥാൻ പാത്താ ഹെ. സാഹോദര്യഭാവം, തുല്യത, ഐക്യം ഇതെല്ലാം അവരുടെ രചനകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ये अपनी सीमाओं पर नहीं रहते. അവരുടെ ആ ഒരു അതിർവരമ്പിൽ നിന്നിരുന്നില്ല. ഇൻകാ സ്വർ ദേശ് ഭർ കെ ലിയെ നഹി സമ്പൂർണ്ണ ദുനിയ കെ ലിയെ ഥാ. ഒരു ദേശത്തിന് മാത്രമുള്ളതല്ല, മുഴുവൻ ലോകത്തിനുമുള്ളതായിരുന്നു വേണ്ടിയായിരുന്നു അവർ ശബ്ദമുയർത്തിയിരുന്നത്.
काव्यगत विशेषताएं ഛായാവാദി കവി മുക്തക് രചനാവും കോ പ്രധാനത ദേത്തെ थे. ഛായാവാദി കവികൾ മുക്തകമായിട്ടുള്ള രചനകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇൻകെ കാവ്യമേ ഗേയത, സംഗീതാത്മകത, സരസത, സരളത തഥാ മധുരതക്കോ പ്രമുഖ സ്ഥാനത. ഈ കാവ്യങ്ങളിൽ അവരിൽ സംഗീതങ്ങൾ നിറഞ്ഞതും സരസമായും ലളിതമായും മാധുര്യമേറിയും ഉള്ള കാര്യങ്ങൾക്ക് സ്ഥാനം നൽകിയിരുന്നു. മുക്ത് ചന്ദ്യ കാ പ്രयोग भी इस बात को विशेषता है. മുക്തമായിട്ടുള്ള ആ ഒരു വൃത്തത്തിൻ്റെ പ്രയോഗം ഇതിൽ ചെയ്തിരുന്നു. അന്യോക്തി കാ അവലംബൻ കി ഇൻകി വിശേഷത ഹേ ഇസ്മേ കവി കി അനുഭൂതിയും കാ വാണി മിലി. അവർക്ക് സ്വയം ലഭിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ശൈലി വാക്കുകൾ ഇതിൽ കാണാനായി കഴിയുമായിരുന്നു. പ്രഗതിവാദ്. हिंदी साहित्य के प्रमुख वादों में प्रगतिवाद का स्थान भी काफ़ी आदरणीय है. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ വാദങ്ങളിൽ പ്രഗതിവാദിൻ്റെ സ്ഥാനം വളരെയധികം ആദരണീയമാണ്. പ്രഗതി കാ അർത്ഥ ഹേ ആഗെ ബഡ്ന. പ്രഗതി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വളർച്ചയുടെ പാതയിലേക്ക് പോകുക. समाज तथा मनुष्य को निरंतर आगे बढ़ाना പ്രഗതിവാദ കാ ലക്ഷ്യ ഹേ. സമൂഹത്തിനും മനുഷ്യനെ നിരന്തരമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പ്രഗതിവാദിൻ്റെ ലക്ഷ്യമായിരുന്നു. പ്രഗതിവാദ അപ്നെ പൂർണ്ണ മത്ലബ് കെ സാത്ത് ഹിന്ദി സാഹിത്യമേ അപ്നായ നഹീ ഗയാ ഹേ. പ്രഗതിവാദ് തൻ്റെ പൂർണ്ണമായ ആ അർത്ഥത്തോടുകൂടി ഹിന്ദി സാഹിത്യത്തെ സ്വീകരിക്കാനേ കഴിഞ്ഞില്ല. ലോകോം കെ മൻമേ ആശാ ഭർനെ കെ സാത്ത് പ്രഗതി കാ മാർഗ ബത്താനെ കാ കാം ഇൻ വാദ കാ പ്രമുഖ ലക്ഷ്യ രഹാ ഹേ. ജനങ്ങളുടെ മനസ്സിൽ ആശ നിറയ്ക്കുന്നതോടൊപ്പം തന്നെ വളർച്ചയുടെ ആ വഴി പറഞ്ഞു കൊടുക്കുന്നതിനുള്ള പ്രവൃത്തിയും ഈ വാദത്തിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ ആയിരുന്നു. മാർക്സ്വാദി കാ പ്രഭാ. ഹിന്ദി സാഹിത്യ में പ്രഗതിവാദ് അപ്നെ അസലി അർത്ഥ കോ ലേക്കർ ആകെ നഹീ ബഡ. ഹിന്ദി സാഹിത്യത്തിൽ പ്രഗതിവാദ് എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഏക് ഹദ് തക് സീമിത് രഹ. ഒരു അതിർത്തി വരേക്കും ഇത് നിന്നിരുന്നു. ഇസ്കാ പ്രമുഖ കാരണം മാർക്സ്വാദ്. ഇതിൻ്റെ പ്രധാന കാരണം മാർക്സ്വാദമായിരുന്നു. കാൾ മാർക്സ് 19वीं സദി കെ പ്രമുഖ ചിന്തക് थे. കാർൽ മാർക്സ് 19ാം നൂറ്റാണ്ടിലെ വളരെ വലിയൊരു ചിന്തകനായിരുന്നു. ഉൻകെ വിചാർ ജൻമാനസ് മേ ഗഹരെ രൂപ സെ ഭർനെ ലഗി. അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം ജനമാനസങ്ങളിൽ ആഴമേറിയ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. വേ പൂഞ്ചിവാദ് കാ വിരോധി കർത്തെ. അദ്ദേഹം മൂലധന സമ്പ്രദായത്തെ എതിർത്തിരുന്നു. വേ ഗരീബ് തഥാ മസ്ദൂരോം കാ പക്ഷ ലേത്തെ थे. പാവപ്പെട്ടവരെയും തൊഴിലാളികളുടെയും പക്ഷത്തിലായിരുന്നു. ഉൻകെ അനുസാർ മാലിക് യാ ജമീന്ദാർ മസ്ദൂർ യാ കിസാനും കാ ശോഷൺ കർണേ വാലേ ഹേ. അദ്ദേഹം പറയുന്നതനുസരിച്ച് മുതലാളിമാരുടെയും ജമീന്ദാർമാരുടെയും തൊഴിലാളിമാരുടെയും കൃഷിക്കാരെയും അവർ ശോഷണം ചെയ്യുകയായിരുന്നു. ഉൻകെ വിരുദ്ധ ലഡ്ന. അവർക്കെതിരായി യുദ്ധം ചെയ്യുക. ഉൻകാ ഖണ്ഡൻ കർണ. അത് എതിർക്കുക. ഇതെല്ലാമായിരുന്നു മാർക്സിൻ്റെ പ്രമുഖമായ പ്രവൃത്തികൾ. ഹിന്ദി സാഹിത്യമേ ഇസ്കാ പ്രഭാവപ്പെട. ഹിന്ദി സാഹിത്യത്തിൽ അതിന് സ്വാധീനം ചെലുത്തി. പൂഞ്ചിവാദ് കെ വിരുദ്ധ സാഹിത്യക്കാർ ലിഖ്നെ ലഗെ. ആ മൂലധന സമ്പ്രദായത്തിനെതിരായിക്കൊണ്ട് സാഹിത്യകാരന്മാർ എഴുതാനായി തുടങ്ങി. ഭാരതീയ സാഹിത്യകാർ ये महसूस करते थे कि अंग्रेज सरकार भारत का आर्थिक शोषण कर रही है. ഭാരതീയ സാഹിത്യകാരന്മാർക്ക് ഇത് അനുഭവിക്കാനായി കഴിഞ്ഞു. ഇംഗ്ലീഷ് ഗവൺമെൻറ് ഭാരതത്തിലെ സാമ്പത്തികത്തെ മുഴുവൻ ഇവിടുത്തെ സമ്പാദ്യം മുഴുവൻ അവർ ശോഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനായി കഴിയുകയും ചെയ്തു. ഛായാവാദ് സെ ബഹുത് ദൂർ. പ്രഗതിവാദി കവി ഛായാവാദ് സെ ബഹുത് ദൂർ ജാനെ ലഗെ. പ്രഗതിവാദിയായിട്ടുള്ള കവികൾ ഛായാവാദ് എന്നുള്ളതിൽ നിന്നും വളരെയധികം ദൂരെയായിരുന്നു. ഉൻകോ ലഗ്നെ ലഗാ കി ഛായാവാദി കവി അതിശയ കൽപ്പന തഥാ സൗന്ദര്യ ഭാവനാമേ ഡൂബേ ഹുയേ ഹേ. ഛായാവാദി കവികൾ അവർക്ക് ഇതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഛായാവാദി കവികൾ അതിശയകരമായ കൽപ്പനകളിലൂടെയും സൗന്ദര്യ ഭാവനകളിലും മുഴുകിയിരിക്കുകയാണ്. ഉൻകെ അനുസാർ ഛായാവാദി കവി ആംഖേ ബന്ദ് കർ കൽപ്പന ലോകമേ വിചർ കർ രഹേ ഹേ. അവർ പറയുന്നത് പ്രഗതിവാദി കവികൾ പറയുന്നതനുസരിച്ച് ഛായാവാദി കവികൾ കണ്ണടച്ചുകൊണ്ട് കൽപ്പനയുടെ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേ ഉൻസെ ദൂർ ജാനാ ചാഹത്തെ थे. അവരിൽ നിന്നും ദൂരെ പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഇസ്ലിയെ ഛായാവാദി और പ്രഗതിവാദി കവിയോ മേ ബഹുത് അന്തർ ബഡ്നെ ലഗ. അതിനാൽ ഛായാവാദി കവികളിലും പ്രഗതിവാദി കവികളും വളരെ വലിയ വ്യത്യാസം ഉണ്ടാവാൻ തുടങ്ങി. പ്രഗതിവാദി കവി ഛായാവാദ് സെ ബഹുത് ദൂർ ജാനെ ലഗ. പ്രഗതിവാദി കവികളും തിരിച്ച് ഛായാവാദി കവികളിൽ നിന്നും വളരെയധികം ദൂരെ പോകാനായി തുടങ്ങുകയും ചെയ്തു. പ്രഗതിവാദി സോച്ച്. അവരുടെ ചിന്ത എന്താണ്? പ്രഗതിവാദി സോച്ച് ബാക്കി സെ ഭിന്നത. പ്രഗതിവാദികളുടെ ചിന്ത എന്ന് പറയുന്നത് ബാക്കി ഉള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു.
ഏ ലോക് ധർമ്മ ആത്മാ ഈശ്വർ ആദി സേ ദൂർദേ. ഇവരെല്ലാവരും തന്നെ മതം, ആത്മാവ്, ഈശ്വരൻ എല്ലാത്തിൽ നിന്നും ദൂരെയായിരുന്നു. ജനതാക്കോ ഖാന ദിലാന ഉൻകോ ഭൂക്ക് മിട്ടാന ഉൻകാ ലക്ഷ്യ ഹേ. പ്രഗതിവാദി കവികളുടെ ഒരേ ഒരു ചിന്തയായിരുന്നു ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ വിശപ്പ് അടക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. കാം തഥാ വാസനാസെ പ്രഗതിവാദി കവി സദാക്കേലെ ദൂർ രഹേ. കാമം തുടങ്ങിയ എല്ലാവിധ പഞ്ചവികാരങ്ങളിൽ നിന്നും പ്രഗതിവാദി കവികൾ എന്നും ദൂരെയായിരുന്നു. സാമൂഹിക് ചേതന തഥാ സാമാജിക് ചിന്തൻ കോ പ്രധാനത ദേനെ ലഗ. സാമൂഹികമായ ഉണർവും സാമാജികമായ ചിന്തകൾക്കും അവർ പ്രാധാന്യം കൽപ്പിച്ചു. ജൻവാദി ഭാവന തഥാ ജനഭാഷ കാ പ്രയോഗ് പ്രഗതിവാദി കി വിശേഷത ടഹർത്തി തി. ജനങ്ങളുടെ വാദത്തിനുള്ള ഭാവനയും ജനങ്ങളുടെ ഭാഷയുടെ പ്രയോഗവും പ്രഗതിവാദത്തിൻ്റെ വിശേഷതയായി തീരുകയും ചെയ്തു. ഹിന്ദി മേ പ്രയോഗവാദ്. हिंदी में प्रयोगवाद अंग्रेज साहित्यकार टी.एस. इलियट के अनुकरण कर हुआ. ഹിന്ദിയിൽ പ്രയോഗവാദം എന്നുള്ളത് ഇംഗ്ലീഷിലെ സാഹിത്യകാരനായ ടി.എസ്. ഇലിയറ്റിനെ അനുകരിച്ചാണ് നടന്നത്. പ്രഥം വിശ്വവിദ്യ കെ ബാദ് ലോക പ്രഗതിവാദ് പൂഞ്ചിവാദ് ആദി സെ ദൂറാക്കർ കുച്ച് നയേ പ്രയോഗം കോ ഹി അപ്നാനെ ലഗെ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനങ്ങൾ പ്രഗതിവാദ്, പൂഞ്ചിവാദ് തുടങ്ങിയ എല്ലാത്തിൽ നിന്നും ദൂരെ മാറിക്കൊണ്ട് പുതിയ പ്രയോഗങ്ങൾ സ്വീകരിക്കാനായി തുടങ്ങി. കവി നയേ പ്രയോഗ് തഥാ നയേ തക്നിക്കോ ലേക്കർ സാഹിത്യ രചനയെ ലഗെ. കവി പുതിയ പ്രയോഗങ്ങളും പുതിയ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യം രചിക്കുവാനായി തുടങ്ങി. ഹിന്ദി മേ പ്രയോഗവാദോ പ്രഗതിവാദ് കെ സമാനത ചലി. ഹിന്ദിയിൽ പ്രയോഗവാദം പ്രഗതിവാദത്തിന് തുല്യമായി നടക്കുകയും ചെയ്തു. പ്രയോഗവാദി കാവ്യക്കോ നയി കവിത കി സജ്ഞ ബി ദി ജാതി ഹെ. പ്രയോഗവാദികൾ കാവ്യത്തിന് പുതിയൊരു കവിത എന്നുള്ള ഒരു പേര് കൊടുക്കുകയും അവർ കവിതയ്ക്ക് പുതിയൊരു പേര് കൊടുക്കുകയും ചെയ്തു. പ്രയോഗവാദിക്ക് വിശേഷതായും. പ്രയോഗവാദി കവി വ്യക്തിവാദി ഹെ. പ്രയോഗവാദി കവികൾ വ്യക്തിവാദികളായിരുന്നു. ഉന്മേ വിദ്രോഹ കവി സ്വർഹെ. വിദ്രോഹത്തിൻ്റെ സ്വരം അവരിൽ കാണാൻ കഴിഞ്ഞു. ഇസ്മേ ലോകഗീത് മുക്തചന്ദ് കാ പ്രയോഗ് ബി ദേഖാ ജാത്ത. അവരിൽ ലോകഗീതങ്ങൾ, നാടൻ പാട്ടുകളുടെയും മുക്തചന്ദങ്ങളുടെയും ആ പ്രയോഗങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു. കവിതാക്കോ നിയം സേ बाहर ले आकर रचनाकार की इच्छा मात्र तो इस बात का प्रधानता मिलती. കവിതകളുടെ ആ നിയമത്തിന് പുറത്തു നിന്നുകൊണ്ട് രചനാകാരൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് മാത്രം ഈ വാദത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. ഭാവപക്ഷ और കലാപക്ഷ दोनों में इस वाद को सफलता नहीं मिली. ഭാവപക്ഷത്തിനും കലാപക്ഷത്തിനും ഒരിക്കലും വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അജ്ഞേ ഹിന്ദി में പ്രയോഗവാദി കാവ്യ को जन्मदाता एवं प्रवर्तक माने जाते हैं. ഹിന്ദി കാവ്യലോകത്തിൽ ശ്രീ അജ്ഞേയാണ് പ്രയോഗവാദ കാവ്യത്തിൻ്റെ ജന്മദാതാവെന്നും പ്രവർത്തകനെന്നും അംഗീകരിക്കുന്നു. രഹസ്യവാദ്. ഛായാവാദ് और രഹസ്യവാദ് दोनों का संबंध निकट है. ഛായാവാദം രഹസ്യവാദത്തിനും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. പ്രകൃതി में मानवीय भावों को पाना महसूस करना तथा दर्शाना ഛായാവാദ് का काम है. പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആ ഭാവങ്ങളെ നേടിയെടുക്കുക, മഹസൂസ് കർണ അത് അനുഭവിക്കുക, കൂടാതെ അത് കാണുക, ഇതെല്ലാമായിരുന്നു അതിൻ്റെ പ്രവൃത്തി. പ്രകൃതി में परमात्मा के വ്യക്തിത്വ का അനുഭവ കർണ രഹസ്യവാദ ഹെ. പ്രകൃതിയിൽ പരമാത്മാവിൻ്റെ ആ വ്യക്തിത്വത്തെ അനുഭവിക്കുകയാണ് രഹസ്യവാദം ചെയ്യുന്നത്. ഛായാവാദ് കാ വികസിതിയ ആധ്യാത്മിക് രൂപ ഹി രഹസ്യവാദ് ഹെ. ഛായാവാദിൻ്റെ വികസനമായ രൂപവും ആധ്യാത്മിക രൂപവും രഹസ്യവാദമാണ്. യഹി കാരൺ ഹെ കി ഹിന്ദി സാഹിത്യ കെ പ്രാചീൻ കാൽ മേ ബി രഹസ്യവാദ് കാ ഫൂട്ട് മിൽത്താ ഹെ. ആ കാരണം കൊണ്ട് തന്നെ ഹിന്ദി സാഹിത്യത്തിൽ പഴയ കാലത്തിലും രഹസ്യവാദത്തിന് വളരെയധികം ചുവടുവയ്പ്പുകൾ ഉണ്ടായിരുന്നു. കബീർദാസ് ജ്ഞാനാശ്രയി ശാഖ കെ മഹാൻ സന്ത് ഹെ. കബീർദാസ് ജ്ഞാനാശ്രയി ശാഖയിലെ പ്രസിദ്ധനായ സന്ത് കവിയാണ്. ജീവൻ തഥാ പരമാത്മാ കെ ബാരെ മേ ഇനോനെ ബഹുത് കുച്ച് കഹ. ജീവനും പരമാത്മാവിനെ കുറിച്ച് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഏക് ഉദാഹരൺ ദേഖ്തേ ഹെ. ഗൂംഗാ ഗുട്കായി കെ കഹേ കോൻ മുഖസ്വാദ്. इस पंक्ति में परमात्मा के रहस्य पर विचार करते हुए कबीरदास रहस्यवाद का सुंदर वर्णन प्रस्तुत करते हैं. ഇതിൽ പറയുന്നത് ഊമയായ ഒരു വ്യക്തിക്ക് ശർക്കര കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് അതിൻ്റെ സ്വാദ് പറയുക, അതുപോലെയാണ് ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പരമാത്മാവിൻ്റെ ആ രഹസ്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾക്ക് പറയാനായി കഴിയുകയില്ല. അതിൻ്റെ സുന്ദരമായൊരു വർണ്ണനമാണ് ഈ വരികളിൽ.
परमात्मा को प्रकृति भी देखने के अनेकानेक पद हिंदी സാഹിത്യ में मिलता है. ഈശ്വരനെ ആ പ്രകൃതിയിൽ കാണുന്ന വളരെയധികം പദങ്ങൾ ഹിന്ദി സാഹിത്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നു. വേർഡ്സ്വർത്ത് और ഷെല്ലി പാശ്ചാത്യ സാഹിത്യക്ക് മഹാൻ സ്തംഭ ഹെ. വേർഡ്സ്വർത്തും ഷെല്ലിയുമെല്ലാം തന്നെ പാശ്ചാത്യ സാഹിത്യത്തിലെ വളരെ വലിയ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ വളരെ വലിയ എഴുത്തുകാരാണ്. ഉൻകി കവിതാവുമേ രഹസ്യവാദിക്ക് അനേക ഉദാഹരണം ഹെ. അവരുടെ കവിതകളിലും ധാരാളം ഉദാഹരണങ്ങൾ കാണുന്നു. परमात्मा की महिमा का वर्णन करके इन्होंने अनेक जगहों का രഹസ്യവാദ को अपनाया. പരമാത്മാവിൻ്റെ മഹിമയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് വളരെയധികം സ്ഥലങ്ങളിൽ അവർ രഹസ്യവാദത്തെ സ്വീകരിക്കുന്നു. हिंदी साहित्य के रहस्यवादी कवियों में श्री जयशंकर प्रसाद, महादेवी वर्मा, श्री सूर्यकांत त्रिपाठी निराला आदि के नाम उल्लेखनीय है. हिंदी സാഹിത്യത്തിൽ രഹസ്യവാദി കവികളിൽ ജയശങ്കർ പ്രസാദ് ജി, മഹാദേവി വർമ്മ, സൂര്യകാന്ത് ത്രിപാഠി നിരാല തുടങ്ങിയവരുടെ പേര് വളരെയധികം പ്രസിദ്ധമാണ്. रहस्यवाद के अनेक उदाहरण इनकी पंक्तियों में यत्र तत्र देखने को मिलता है. രഹസ്യവാദത്തിൻ്റെ വളരെയധികം ഉദാഹരണങ്ങൾ അവരുടെ ഓരോ വരികളിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നു. रहस्यवाद का रहस्य इनकी पंक्तियों में मिलते हैं. रहस्यवादिൻ്റെ രഹസ്യം ഈ അവരുടെ വരികളിൽ നമ്മൾക്ക് ലഭിക്കുന്നു. ഹാലാവാദ്. ഹാലാവാദ് കവി की സംവേദനാവോं से भरी हुई अभिव्यक्ति का रूप है. ഹാലാവാദ് അതിൽ കവികളുടെ ആ വേദനകൾ നിറഞ്ഞിട്ടുള്ള ചിത്രീകരണമാണ് കാണാൻ കഴിയുന്നത്. ഹിന്ദി സാഹിത്യ में छायावाद और रहस्यवाद से मिलते हुए ഹാലാവാദ് का भी प्रयोग हुआ. ഹിന്ദി സാഹിത്യത്തിൽ ഛായാവാദിനും രഹസ്യവാദിനും ഉള്ളതുപോലെ തന്നെ ഹാലാവാദിനും ഉപയോഗിക്കപ്പെടുന്നു. ഇസ്കെ ദുഃഖവാദ് ബി മാനത്തെ. ഇതിനെ ദുഃഖത്തിൻ്റെ വാദം എന്നും കൂടി അറിയിക്കപ്പെടുന്നു. ഹാലാവാദ് के कवि अपने मन की व्यथा शब्दों में प्रकट करने लगते हैं. ഹാലാവാദിൽ കവി തൻ്റെ മനസ്സിലുള്ള ദുഃഖത്തെയാണ് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത്. യഹി ഇസ് വാദ് की വിശേഷത രഹി. ഇതാണ് ഹാലാവാദിൻ്റെ പ്രത്യേകത. शराब का आश्रय. मनुष्य मन में जब व्यथा पर जाता है तब वह उससे दूर होने के लिए किसी न किसी चीज़ों का या व्यक्ति का आश्रय जरूर लेता है. മനുഷ്യ മനസ്സുകളിൽ എപ്പോഴാണോ ദുഃഖം നിറയുന്നത് അപ്പോൾ അവർ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ആശ്രയിക്കുന്നു. ഹാലാവാദിനെ കവി ബി യഹി കർത്തെ. ഹാലാവാദിൽ കവിയും ഇപ്രകാരമാണ് ചെയ്യുന്നത്. ഹാല കാ മത്ലബ് ഹെ മധു യാ ശരാബ്. ഹാല എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം മദ്യം എന്നാണ്. दुख को बुलाने के लिए हाला यानी शराब का आश्रय लेकर कवि अपनी कविताओं में दुख की धारा बहने लगी. ദുഃഖത്തെ മറക്കുന്നതിന് വേണ്ടി മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആശ്രയം വരുത്തിക്കൊണ്ട് കവി തൻ്റെ കവിതകളെ ദുഃഖത്തിൻ്റെ ആ ധാര ഒഴുക്കുന്നു. ബച്ചൻ ഹാലാവാദ് के प्रमुख कवि. हरिवंश राय बच्चन ഹാലാവാദ് के प्रमुख कवि ठहरते हैं. हरिवंश राय बच्चनाണ് ഹാലാവാദിൻ്റെ പ്രമുഖ കവി. उन्होंने उमर खयाम की रचना उब्यात का मधुशाला के नाम से किया है. मधुबाला मधुकलश भी प्रस्तुत करके इन्होंने ഹാലാവാദ് का प्रवर्तन किया है. മധുബാല മധുകലശ് തുടങ്ങിയതെല്ലാം തന്നെ ഹാലാവാദിൻ്റെ ഉദാഹരണമാണ്. ആരംഭമേ ഹാലാവാദ് के विरुद्ध आवाज़ें उठी. ഇതിനെതിരായി ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നുവെങ്കിലും ലോക് ഇസ് പ്രവൃത്തി കോ ബഢാവ ദേനെ നഹീ ചാഹത്തി. ജനങ്ങൾ ഈ പ്രവൃത്തിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ലേക്കിൻ ബച്ചൻ की कविता की മധുരിമ തഥാ ഭാവന സെ ലോക് ഉസ്മേ ആകർഷിത് ഹുയെ. എന്നാൽ ബച്ചൻ്റെ കവിതകളുടെ ആ മാധുര്യവും ഭാവനകളും ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം ആകർഷണമുണ്ടായി. അന്യ കവി ബി ഹാലാവാദ് കോ അപ്നാനെ ലഗി. ബാക്കിയുള്ള കവികളും ഹാലാവാദിനെ സ്വീകരിക്കാനായി തുടങ്ങുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.